അൽ വഹദത്തു സാദിസ, 6ാം ക്ലാസ്സിലെ 6ാമത്തെ യൂണിറ്റ്. മക്കാരിമുൽ അഖ്ലാഖ്, സൽസ്വഭാവം. സൽസ്വഭാവമുള്ളവരാകണം നമ്മൾ. ഒന്നാമത്തെ ഒരു കഥ നോക്കാം. അൽ ജവാഹിറു സലാസ്, 3 രത്നങ്ങൾ. ജൗഹറത്ത് രത്നം, അതിൻ്റെ ജമാണ് ജവാഹിർ. 3 രത്നങ്ങൾ എന്ന കഥ നോക്കാം. കാനഫി ബലദിൻ, ഒരു നാട്ടിൽ റജുലുൻ ഗനിയുൻ, സമ്പന്നനായ ഒരാൾ ഉണ്ടായിരുന്നു. കാനഫി ബലദിൻ, ഒരു നാട്ടിൽ ഉണ്ടായിരുന്നു. റജുലുൻ ഗനിയുൻ, സമ്പന്നനായ ഒരു വ്യക്തി. യഈഷു മഅ ഉസ്റതിഹി, അദ്ദേഹം തൻ്റെ കുടുംബത്തോടൊപ്പമാണ് ജീവിക്കുന്നത്. യഈഷു, ജീവിക്കുന്നു. ലഹു സലാസത്തു അബ്നാഇൻ, അദ്ദേഹത്തിന് 3 ആൺമക്കളുണ്ട്. ലഹു, അദ്ദേഹത്തിനുണ്ട്. സലാസത്തു അബ്നാഇൻ, 3 ആൺമക്കൾ. ഇബ്നുൻ ജംഅ അബ്നാ. ഫുആദ്, ഫവാസ്, ഫാരിസ് എന്നിവരാണ് ആ 3 ആൺമക്കൾ. ദാത്ത മസാഇൻ, ഒരു വൈകുന്നേരം. ദഅൽ ഗനിയു, ആ സമ്പന്നൻ വിളിച്ചു. വിളിച്ചു. അബ്നാഅഹു, തൻ്റെ മക്കളെ വിളിച്ചു. വവസ്സഅ ബൈനഹും അംവാലഹു, എന്നിട്ട് അവർക്കിടയിൽ തൻ്റെ ധനം വീതം വെച്ച് കൊടുത്തു. വസ്സഅ, ഓഹരി വെച്ച് കൊടുത്തു, വിഭജിച്ചു കൊടുത്തു, വീതം വെച്ച് കൊടുത്തു, എല്ലാവർക്കും തുല്യ അളവിൽ വീതിച്ചു കൊടുത്തു. അംവാലഹു, തൻ്റെ ധനം. മാലുൻ ജമ്മ അംവാൽ, ധനം. അപ്പോൾ ധനമൊക്കെ 3 മക്കൾക്കും വിഭജിച്ചു കൊടുത്തു. വലാക്കിൻ, എന്നാൽ ഇഹ്തഫള ഇൻദഹു, അദ്ദേഹം തൻ്റെ അടുക്കൽ തന്നെ സൂക്ഷിച്ചു. സലാസ ജവാഹിറ, 3 രത്നങ്ങൾ. വിലപിടിപ്പുള്ള 3 രത്നങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കലുണ്ട്. ആ 3 രത്നങ്ങളും അദ്ദേഹം മക്കൾക്ക് നൽകിയില്ല. പകരം ഇഹ്തഫള ഇൻദഹു, അത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ തന്നെ സൂക്ഷിച്ചു. ഇഹ്തഫള, സൂക്ഷിച്ചു. വഖാല ലഹും, എന്നിട്ട് അവരോട് പറഞ്ഞു. ഉഅ്തി ജൗഹറത്തൻ, ഞാൻ ഓരോ ജൗഹറത്ത്, ഈ 3 രത്നങ്ങളിൽ ഓരോന്നും ഞാൻ നൽകും. ഉഅ്തി, ഞാൻ നൽകും. ജൗഹറത്തൻ, ഒരു ജൗഹറത്ത് ഞാൻ നൽകും. ലിമൻ യഅമലു മിൻകും അമലൻ ഹസനൻ, നിങ്ങളിൽ നല്ല പ്രവർത്തനം ചെയ്യുന്നവർക്ക്. ലിമൻ യഅമലു, ചെയ്യുന്നവർക്ക്, ചെയ്യുന്നവനെ. മിൻകും, നിങ്ങളിൽ. അമലൻ ഹസനൻ, നല്ല പ്രവർത്തനം. നല്ല പ്രവർത്തനം ആരാണോ, നല്ല കാര്യങ്ങൾ ആരാണോ ചെയ്യുന്നത്, അവർക്ക് ഞാൻ ഈ ജൗഹറത്ത് നൽകും. നിങ്ങൾ 3 പേരും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചാൽ 3 പേർക്കും ഓരോ ജൗഹറത്ത് വീതം നൽകും. ബദഅ കുല്ലു വലദിൻ അമലഹു ബിജിദ്ദിൻ വനശാത്തിൻ, ഓരോ മകനും തങ്ങളുടെ ജോലി വളരെ പരിശ്രമത്തോടെയും ഉന്മേഷത്തോടെയും ചെയ്യാൻ തുടങ്ങി. ബദഅ, തുടങ്ങി. കുല്ലു വലദിൻ, എല്ലാ മക്കളും. അമലഹു, ഓരോരുത്തരുടെയും ജോലി. ബിജിദ്ദിൻ, കഠിനാധ്വാനത്തോടെ. വനശാത്തുൻ, ഉന്മേഷത്തോടെ. അങ്ങനെ അവർ അവരുടെ ജോലികൾ ചെയ്തു. ഇനി 3 ചോദ്യം. ലിമാദാ ദഅ അൽ ഗനിയു അബ്നാഅഹു, ആ സമ്പന്നൻ തൻ്റെ മക്കളെ എന്തിനാണ് വിളിച്ചത്? എന്തിനാണ്? തൻ്റെ ധനം വീതിച്ച് നൽകാൻ വേണ്ടി. ഉത്തരം എഴുതുമ്പോൾ ദഅ അൽ ഗനിയു അബ്നാഅഹു, സമ്പന്നൻ തൻ്റെ മക്കളെ വിളിച്ചു. എന്തിനു വേണ്ടി? ലിയുവസ്സിഅ, എന്താ പറയുക? ലിയുവസ്സിഅ, വീതിച്ച് നൽകാൻ വേണ്ടി. ബൈനഹും, അവർക്കിടയിൽ. അംവാലഹു, അദ്ദേഹത്തിൻ്റെ ധനം. അവർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ധനം വീതിച്ച് നൽകാൻ വേണ്ടിയാണ് അദ്ദേഹം അവരെ വിളിച്ചത്. ലിമൻ സയുഅ്തി അൽ ഗനിയു അൽ ജൗഹറത്ത, ഗനി ആർക്കാണ് ജൗഹറത്ത് നൽകുക? ആർക്കാണ്? നന്നായി പ്രവർത്തിക്കുന്നവർക്ക്. അതെങ്ങനെ എഴുതും? സയുഅ്തി അൽ ഗനിയു അൽ ജൗഹറത്ത, ഗനി ജൗഹറത്ത് നൽകും. ലിമൻ യഅമലു അമലൻ ഹസനൻ, നന്നായി ജോലി ചെയ്യുന്നവർക്ക്, നന്നായി പ്രവർത്തിക്കുന്നവർക്ക് ഗനിയെ ജൗഹറത്ത് നൽകും. മാദാ വസ്സഅ അൽ ഗനിയു ബൈന അബ്നാഇഹി, ഗനി തൻ്റെ മക്കൾക്കിടയിൽ എന്താണ് വീതിച്ച് നൽകിയത്? വസ്സഅ അൽ ഗനിയു ബൈന അബ്നാഇഹി, ഗനി തൻ്റെ മക്കൾക്കിടയിൽ വീതിച്ച് നൽകി. അംവാലഹു, അദ്ദേഹത്തിൻ്റെ ധനം വീതിച്ച് നൽകി. ഇനി ദാത്ത യൗമിൻ, അങ്ങനെ ഇരിക്കെ ഒരു ദിവസം. ജാഅ റജുലുൻ മുസിന്നുൻ, പ്രായമുള്ള ഒരാൾ വന്നു. മുസിന്നുൻ, പ്രായമുള്ള.
ഇലാ ഫുആദിൻ, ഫുആദിന്റെ അടുക്കലേക്ക് വന്നു. 3 മക്കളിൽ ഒരാളാണ് ഫുആദ്, രണ്ടാമൻ ഫവാസ്, മൂന്നാമൻ ഫാരിസ് അല്ലെ. അങ്ങനെ ഫുആദിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നു. വ ഔദഅഹു സുറത്ത മിൻ ദഹബിൻ, എന്നിട്ട് സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ ഒരു പണക്കിഴി അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഔദഅഹു, ഔദഅ ഏൽപ്പിച്ചു, ഔദഅഹു അവനെ ഏൽപ്പിച്ചു, ഫുആദിനെ ഏൽപ്പിച്ചു. ആര്? അർറജുലുൽ മുസിന്നു, ആ വന്ന പ്രായമുള്ള ആള്. എന്താണ് ഏൽപ്പിച്ചത്? സുറത്തൻ, ഒരു പണക്കിഴി, മിൻ ദഹബിൻ, സ്വർണത്തിന്റെ ഒരു പണക്കിഴി, അതായത് സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ ഒരു പണക്കിഴി അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ബഅദ അയ്യാമിൻ, ദിവസങ്ങൾക്ക് ശേഷം, തൊലബർ റജുലുൽ മുസിന്നു, ആ പ്രായമായ വ്യക്തി ആവശ്യപ്പെട്ടു, തൊലബ ആവശ്യപ്പെട്ടു, അസുറത്ത, ആ പണക്കിഴി തിരിച്ച് തരാൻ ആവശ്യപ്പെട്ടു. ഫറദ്ദഹ ഇലൈഹി കാമിലൻ, അപ്പോൾ അവൻ അത് മുഴുവനായും തിരിച്ചു നൽകി. ആ പണക്കിഴിയിൽ നിന്നും ഒന്നുപോലും കുറയാതെ മുഴുവൻ തിരിച്ചു നൽകി. റദ്ദ, തിരിച്ചു നൽകി. റദ്ദഹ, ആ പണക്കിഴിയെ തിരിച്ചു നൽകി. ഇലൈഹി, ഇലൈഹി എന്ന് പറഞ്ഞാൽ ഇലർ റജുലിൽ മുസിന്നി, ആ പ്രായമായ ആൾക്ക് തിരിച്ചു നൽകി. കാമിലൻ, മുഴുവനായും. അങ്ങനെ അതാ ഫുആദുൻ, ഫുആദ് വന്നു, അതാ വന്നു, ഇലൽ വാലിദി, പിതാവിന്റെ അടുക്കലേക്ക് വന്നു. വഹക മാ ഹദസ, എന്നിട്ട് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു. ഹക്ക, പറഞ്ഞു, കഥ പറഞ്ഞു. മാ ഹദസ, സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഒരാള് എൻ്റെ അടുക്കൽ പണക്കിഴി ഏൽപ്പിച്ചു, പിന്നീട് ഞാനത് തിരിച്ചു നൽകി എന്ന കാര്യം പറഞ്ഞു. ഫഖാല ലഹുൽ വാലിദു, അപ്പോൾ വാലിദ്, പിതാവ് അവനോട്, ഫുആദിനോട് പറഞ്ഞു. ഇന്ന അമലക ഹാദാ നൗഉം മിനൽ അമാനത്തി, നിന്റെ ഈ പ്രവർത്തനം ഒരു അമാനത്താണ്, അമാനത്തുള്ള പ്രവർത്തനമാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസ്തത. നമ്മളെ ഒരു കാര്യം ആരെങ്കിലും ഏൽപ്പിച്ചാൽ അത് ഏൽപ്പിച്ചതുപോലെ തന്നെ തിരിച്ചു നൽകൽ വിശ്വസ്തതയുടെ ഭാഗമാണ് അല്ലേ. അപ്പോൾ നീ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വിശ്വസ്തത എന്ന സൽഗുണമാണ്. അതുകൊണ്ട് തസ്തഹിഖു അലാ ജൗഹറത്തിൻ, നിനക്ക് ഒരു രത്നത്തിന് അർഹതയുണ്ട്. തസ്തഹിഖു, നീ അർഹിക്കുന്നു, അലാ ജൗഹറത്തിൻ, ഒരു രത്നം. നേരത്തെ പറഞ്ഞു 3 ജൗഹറത്ത്, 3 രത്നം തൻ്റെ അടുക്കലുണ്ട് അല്ലേ. അത് നന്നായിട്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർക്ക് ആ രത്നങ്ങൾ ഓരോന്ന് നൽകും. അങ്ങനെ ഫുആദ് നല്ലൊരു സൽപ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അമാനത്ത് തിരിച്ചേൽപ്പിച്ചു, വിശ്വസ്തമായി ഏൽപ്പിക്കപ്പെട്ട സാധനം തിരിച്ചേൽപ്പിച്ചു. അതുകൊണ്ട് അവൻ ഒരു ജൗഹറത്ത് നൽകി. ഇനി 2 ജൗഹറത്ത് ബാക്കിയുണ്ട്. അമ്മ ഫവാസുൻ, എന്നാൽ ഫവാസ്, രണ്ടാമത്തെ മകൻ ഫവാസ്, കാന യമുറു ബിശാത്തിഇൽ ബഹരി, അവൻ കടൽ തീരത്തുകൂടെ നടക്കുകയായിരുന്നു. കാന യമുറു, അവൻ നടക്കുകയായിരുന്നു. ബിശാത്തിഇൽ ബഹരി, കടൽ തീരത്തുകൂടെ, ബീച്ചിൽ കൂടെ നടക്കുകയായിരുന്നു. ഫറആ വലദൻ, അപ്പോൾ അവനൊരു കുട്ടിയെ കണ്ടു. കുട്ടി എന്ത് ചെയ്യുന്നു? യഗ്രിഖു ഫീ മാഇൽ ബഹരി, കടൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു കുട്ടിയെ അവൻ കണ്ടു. യഗ്രിഖു, മുങ്ങുന്നു. അങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു കുട്ടിയെ കണ്ടു. ഫ അസ്റഅ ഇലാ മുസാഅദതിഹി, അപ്പോഴവൻ ആ കുട്ടിയെ സഹായിക്കാൻ വേഗം പോയി. അസ്റഅ, വേഗം പോയി. ഇലാ മുസാഅദതിഹി, അവനെ സഹായിക്കാൻ വേണ്ടി, ആ മുങ്ങിപ്പോകുന്ന കുട്ടിയെ സഹായിക്കാൻ വേണ്ടി വേഗം പോയി. വ അങ്കദഹു മിനൽ മൗത്തി, എന്നിട്ട് അവനെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. അങ്കദ, രക്ഷപ്പെടുത്തി. അങ്കദഹു, അവനെ രക്ഷപ്പെടുത്തി. മിനൽ മൗത്തി, മരണത്തിൽ നിന്നും. ഹക ഫവാസുൻ, ഫവാസ് പറഞ്ഞു വാലിദഹു, തൻ്റെ പിതാവിനോട്, അമ്മാ ഹദസ, സംഭവിച്ചതിനെ കുറിച്ച്. താനിങ്ങനെ കടൽ തീരത്ത് നടക്കുമ്പോൾ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞു. ഫഖാല ലഹു വാലിദഹു, അപ്പോൾ പിതാവ് അവനോട് പറഞ്ഞു, ഇന്ന ഫീ അമലിക, നിന്റെ ഈ പ്രവർത്തനത്തിലുണ്ട്, ഷഫഖത്തുൻ വറഹ്മത്തുൻ വശജാഅത്തുൻ, സ്നേഹവും കരുണയും ധീരതയും. സ്നേഹമുള്ളത് കൊണ്ടാണ് അല്ലേ, സ്നേഹവും അതേപോലെ കുട്ടിയോട് കരുണയുണ്ട്, മാത്രമല്ല അതോടൊപ്പം ധീരതയുമുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഇതിലേതെങ്കിലും ഒരു ഇല്ലാത്തവനാണെങ്കിൽ രക്ഷിക്കുകയില്ല. വകാഫഅഹു ബിൽ ജൗഹറത്തി സാനിയ, അങ്ങനെ അദ്ദേഹം അവന് 2ാമത്തെ ജൗഹറത്ത് നൽകി. കാഫഅ, സമ്മാനമായി നൽകി, പ്രത്യുപകാരമായി നൽകി. ബിൽ ജൗഹറത്തി സാനിയ, 2ാമത്തെ ജൗഹറത്ത് ആർക്ക് നൽകി? ഫവാസിന് നൽകി. ഇനി ചോദ്യങ്ങൾ.
മാതാ ഔദ അർറജുലുൽ മുസിന്നു ഫുആദൻ, ആ പ്രായമുള്ള വ്യക്തി ഫുആദിനെ എന്താണ് ഏൽപ്പിച്ചത്? ഉത്തരം, ഔദ അർറജുലുൽ മുസിന്നു ഫുആദൻ, പ്രായമുള്ളയാൾ ഫുആദിനെ ഏൽപ്പിച്ചു സുറത്തം മിന ദഹബി, ഒരു സ്വർണക്കിഴി. രണ്ടാമത്തെ ചോദ്യം, ലിമസ്തഹഖ ഫുആദുൻ അലൽ ജൗഹറത്തി, ഫുആദ് എന്തുകൊണ്ടാണ് രത്നത്തിന് അർഹനായത്, രത്നം ലഭിക്കാൻ അർഹനായത്? ഉത്തരം, ഇസ്തഹഖ ഫുആദുൻ അലൽ ജൗഹറത്തി, ഫുആദ് രത്നത്തിന് അർഹനായി. ലിഅന്നഹു, കാരണം അവൻ റദ്ദൽ അമാനത്ത, അമാനത്ത് തിരിച്ചു നൽകി. റദ്ദ, തിരിച്ചു നൽകി. അൽ അമാനത്ത, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട സ്വത്ത്. മാഹിയൽ അഖ്ലാഖുൽ ഹസനത്തു ഫി അമലി ഫവാസ്, ഫവാസിന്റെ പ്രവർത്തനത്തിലെ സൽസ്വഭാവങ്ങൾ, നല്ല സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? ഫവാസ് കുട്ടിയെ മുങ്ങിപ്പോകുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തി അല്ലേ? അപ്പോൾ എന്തൊക്കെയായിരുന്നു നല്ല സ്വഭാവമുള്ളത്? ഷഫഖത്ത്, സ്നേഹമുണ്ട്. റഹ്മത്ത്, കാരുണ്യമുണ്ട്. ഷജാഅത്ത്, ധീരതയുണ്ട്. അത് മൂന്നുമാണല്ലേ. ഇനി അമ്മ ഫാരിസുൻ, എന്നാൽ ഫാരിസ് കാന യഖിഫു, അവൻ നിൽക്കുകയായിരുന്നു ഫിസൂഖി, മാർക്കറ്റിൽ നിൽക്കുകയായിരുന്നു ഒരു ദിവസം. ഫജതൻ, പെട്ടെന്ന്. അതാ ഇലൈഹി റജുലുൻ, ഒരാൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നു. ഫാരിസിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നു. ഫ അസബ ഹഖീബതഹു വഫറ, എന്നിട്ട് അവന്റെ ബാഗ് പിടിച്ചു പറിച്ചുകൊണ്ട് ഓടി. അസബ എന്നാൽ, അസബ അല്ല ഗസബ, ഗസബ എന്നാൽ തട്ടിപ്പറിച്ചു, പിടിച്ചു പറിച്ചു. ഹഖീബതഹു, അവന്റെ ബാഗ്. വഫറ, ഫറ ഓടി, ബാഗ് തട്ടിപ്പറിച്ച് ഓടിക്കളഞ്ഞു. വലാക്കിൻ, എന്നാൽ വഖഅ ഫി ഹാദിസത്തിൽ മുറൂരി, അയാൾ ഒരു വാഹനാപകടത്തിൽപ്പെട്ടു. ബാഗ് തട്ടിപ്പറിച്ച് ഓടുന്നതിനിടയിൽ ആ കള്ളനൊരു വാഹനാപകടത്തിൽപ്പെട്ടു. റോഡിൽ ഒരു വണ്ടി അയാളെ തട്ടി. വഖഅ, അയാൾ പെട്ടു. ഫി ഹാദിസത്തിൽ മുറൂർ, ട്രാഫിക് ആക്സിഡന്റിൽ, വാഹനാപകടത്തിൽ. ഫഅസാബഹു ജുർഹുൻ കബീറുൻ ഫി റിജ്ലിഹി, അങ്ങനെ അയാളുടെ കാലിൽ വലിയ മുറിവ് പറ്റി. അസാബഹു, അയാൾക്ക് ബാധിച്ചു. ജുർഹൻ കബീറുൻ, വലിയ പരിക്ക്, വലിയ മുറിവ്. ഫി റിജ്ലിഹി, തന്റെ കാലിൽ. അപ്പോൾ അസ്റഅ ഇലൈഹി ഫാരിസുൻ, ഫാരിസ് വേഗം അയാളുടെ അടുക്കലേക്ക് പോയി. അസ്റഅ ഇലൈഹി, ഫാരിസ് ഓടിച്ചെന്നു. ഇലൈഹി, അയാളിലേക്ക് ഓടിച്ചെന്നു. വഖദ്ദമ ലഹു അൽ ഇസ്ആഫാത്തിൽ അവ്വലിയ, എന്നിട്ട് എന്ത് ചെയ്തു? അയാളെ പിടിച്ച് ബാഗ് പിടിച്ച് വാങ്ങുകയല്ല ചെയ്തത്, പകരം വേഗം എന്ത് ചെയ്തു? ഖദ്ദമ ലഹു അൽ ഇസ്ആഫാത്തിൽ അവ്വലിയ, പ്രാഥമിക ശുശ്രൂഷ നൽകി. ഖദ്ദമ ലഹു, അയാൾക്ക് നൽകി. അൽ ഇസ്ആഫാത്തിൽ അവ്വലിയ, ഫസ്റ്റ് എയ്ഡ്, പ്രാഥമിക ചികിത്സ നൽകി. മുറിവൊക്കെ തുണി കൊണ്ട് വെച്ച് കെട്ടി. എന്നിട്ട് വനക്കലഹു ഇലൽ മുസ്തഷ്ഫ, അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. നക്കല, കൊണ്ടുപോയി. നക്കലഹു, അയാളെ കൊണ്ടുപോയി. ഇലൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിലേക്ക്. അഫ അൻഹു, അയാളോട് ക്ഷമിച്ചു. അഫ, ക്ഷമിച്ചു. അൻഹു, അയാളോട് ക്ഷമിച്ചു. അതായത് തന്നോട് അനീതി, തന്നോട് അക്രമം കാണിച്ച ആളാണ് ആക്സിഡന്റിൽ പെട്ടപ്പോൾ എന്ത് ചെയ്തത്? ഫാരിസ് രക്ഷപ്പെടുത്തുന്നത്. മാത്രമല്ല അയാൾ ചെയ്ത കുറ്റം ക്ഷമിക്കുകയും ചെയ്തു. പിന്നെയോ വദഅലഹു ബിസ്സലാമ, അയാൾക്ക് വേണ്ടി, അയാളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ദഅ, പ്രാർത്ഥിച്ചു. ലഹു, അയാൾക്ക് വേണ്ടി. ബിസ്സലാമ, അയാൾക്ക് സമാധാനം ലഭിക്കാൻ, രക്ഷ ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്രയും നല്ല പ്രവർത്തനമാണ് ഫാരിസ് ചെയ്തത്. അങ്ങനെ പിന്നീട് ഖസ്സ ഫാരിസുൻ അലാ വാലിദിഹി, വാലിദിനോട്, പിതാവിനോട് ഫാരിസ് കഥ പറഞ്ഞു, ഈ കാര്യം പറഞ്ഞു. ഖസ്സ പറഞ്ഞു, ഫാരിസ് പറഞ്ഞു അലാ വാലിദിഹി, തന്റെ പിതാവിനോട്. അൻ മുആമലത്തിഹി മഅ ദാലിക റജുലി, ആ റജുലിനോട്, തന്നെ ആക്രമിച്ച അല്ലെങ്കിൽ തന്റെ ബാഗ് തട്ടിപ്പറിച്ച ആ റജുലിനോട് താൻ ചെയ്ത കാര്യങ്ങൾ അയാൾ പിതാവിനോട് പറഞ്ഞു. ഫഖാലൽ വാലിദു, അപ്പോൾ പിതാവ് പറഞ്ഞു, ഇന്ന അമലക, തീർച്ചയായും നിന്റെ പ്രവർത്തനം, ഇന്ന അമലക ഹാദ, തീർച്ചയായും നിന്റെ ഈ പ്രവർത്തനം, അമലുൻ ഷരീഫുൻ, മഹത്തായ ഒരു പ്രവർത്തനമാണ്. ഇന്നക അഫൗത, നീ ക്ഷമിച്ചു. അമ്മൻ ലലമക, നിന്നെ ആക്രമിച്ചവനോട്. ഇൻദൽ മഖ്ദിറത്തി, നിനക്ക് കഴിവുണ്ടായിട്ടുകൂടെ. അതായത് അവൻ വീണ് കിടക്കുമ്പോൾ നിനക്ക് വേണമെങ്കിൽ അവനെ അടിക്കാനും അവനെ
തിരിച്ചാക്രമിക്കാനുമുള്ള കഴിവ് ശക്തിയും നിനക്ക് ഉണ്ട്. എന്നിട്ടും നീ അത് ചെയ്യാതെ അവനെ സഹായിക്കുകയാണ്, അവനോട് ക്ഷമിച്ചുകൊണ്ട് അവനെ സഹായിക്കുകയാണ് നീ ചെയ്തത്. ഫഅൻത മുഹിഖ്ഖുൻ ലിൽ ജൗഹറത്തി സാലിസ, അതുകൊണ്ട് നീ മൂന്നാമത്തെ രത്നത്തിന് അർഹനാണ്. നീ അവനെ തിരിച്ചാക്രമിക്കാതെ അവന് വിട്ടുവീഴ്ച ചെയ്തു, അതുകൊണ്ട് നീ മൂന്നാമത്തെ ജൗഹറത്തിന് അർഹനാണ്. തവജ്ജഹൽ ഗനിയു, അങ്ങനെ 3 പേർക്കും ഓരോ രത്നങ്ങൾ വീതം ലഭിച്ചു. തവജ്ജഹൽ ഗനിയു, അതിനുശേഷം ആ പണക്കാരൻ തൻ്റെ മക്കളെ അഭിമുഖീകരിച്ചു. തവജ്ജഹ എന്നാൽ അഭിമുഖീകരിച്ചു. തവജ്ജഹൽ ഗനിയു ഇലാ അബ്നാഇഹി സലാസത്തി, തൻ്റെ 3 മക്കളെയും അഭിമുഖീകരിച്ചു എന്ന് വെച്ചാൽ തൻ്റെ 3 മക്കളിലേക്കും തിരിഞ്ഞു. ഖായിലൻ, പറഞ്ഞുകൊണ്ട് അവരോട് പറയുകയാണ്, യാ അബ്നാഇ, മക്കളെ, ഇന്നക്കും ശുറഫാഉ ബി അഅമാലിക്കും, നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മഹത്വമുള്ളവരാണ്. ഇന്നക്കും ശുറഫാഉ, നിങ്ങൾ മഹത്വമുള്ളവരാണ്. ബി അഅമാലിക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ 3 പേരും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് എന്നെനിക്ക് ബോധ്യമായി. വ അർജു, ഞാൻ പ്രതീക്ഷിക്കുന്നു, അൻ തളല്ലു കദാലിക, നിങ്ങൾ അതേപോലെ തന്നെ ആയിരിക്കാൻ, ഹത്താ തനാലു ബിരിളല്ലാഹ്, ഏതുവരെ? അള്ളാഹുവിൻ്റെ പ്രീതി നിങ്ങൾ കരസ്ഥമാക്കുന്നത് വരെ. അങ്ങനെ ഇതേ പ്രവർത്തനം, ഇതേ രൂപത്തിൽ നിങ്ങൾ ഇനിയുള്ള കാലവും ജീവിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കും. അങ്ങനെ നിങ്ങൾ ജീവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. ഇനി 2 ചോദ്യമുണ്ട്. കൈഫ ജുരിഹ റജുലു, അയാൾ എങ്ങനെയാണ്, ആ ആക്രമിയായ മനുഷ്യൻ എങ്ങനെയാണ് പരിക്ക് പറ്റിയത്? അയാൾക്ക് എങ്ങനെയാ? ജുരിഹ റജുലു, റജുലിന് പരിക്ക് പറ്റി. ഫി ഹാദിസത്തിൽ മുറൂരി, ട്രാഫിക് അപകടത്തിൽ. അടുത്തത്, കൈഫ സ്വാറ അമലു ഫാരിസിൻ അമലൻ ഷരീഫൻ, ഫാരിസിന്റെ പ്രവർത്തനം എങ്ങനെയാണ് മഹത്വമുള്ളൊരു പ്രവർത്തനമായി മാറിയത്? സ്വാറ അമലു ഫാരിസിൻ അമലൻ ഷരീഫൻ, ഫാരിസിന്റെ പ്രവൃത്തി മഹത്വമുള്ള പ്രവൃത്തിയായി മാറി. ലി അന്നഹു, കാരണം അവൻ അഫ അമ്മൻ ലലമഹു, തന്നെ ആക്രമിച്ചവനോട് അവൻ പുറത്തു കൊടുത്തു, അവൻ ക്ഷമിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് അവന്റെ പ്രവർത്തനം മഹത്വമുള്ളതായി മാറിയത്. ഇനി നഖ്റഉൽ ഖിസ്സത വനഖ്താറുൽ അഖ്ലാഖൽ ഹസനത വനക്തുബു, ഈ കഥ വായിച്ച് നമുക്ക് അൽ അഖ്ലാഖുൽ ഹസന, സൽസ്വഭാവങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാം. എന്തൊക്കെ സൽസ്വഭാവങ്ങളാണ് ഈ കഥയിൽ ഉള്ളത് എന്ന് നോക്കാം. 1 അമാനത്ത്, വിശ്വസ്തത. പിന്നെ റഹ്മത്ത്, കാരുണ്യം. മുസാദത്ത്, സഹായം. അഫു, വിട്ടുവീഴ്ച, ക്ഷമിക്കൽ. ഷഫഖത്ത്, സ്നേഹം. ദുആ, പ്രാർത്ഥന. ഇങ്ങനെയുള്ള കുറെ സൽസ്വഭാവങ്ങളാണ് ഈ കഥയിൽ നമ്മൾ കണ്ടത്. ഇനി കൈഫ സഅദ ഫാരിസുൻ, ഫാരിസ് എങ്ങനെയാണ് സഹായിച്ചത്? അർറജുല, അയാളെ. ഇൻദമാ വഖഅ ഫി ഹാദിസത്തിൽ മുറൂർ, അയാൾ ട്രാഫിക് അപകടത്തിൽ പെട്ടപ്പോൾ. നഖ്റഉൽ ഖിസ്സത, നമുക്ക് കഥ വായിച്ചുകൊണ്ട് നക്തുബു ഹസബ സുവരി, ഈ ചിത്രങ്ങൾക്കനുസരിച്ച് എഴുതാം. ആദ്യം ഫാരിസ് അയാളുടെ അടുക്കലേക്ക് ഓടിപ്പോകുന്നു, പിന്നെ അയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകുന്നു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ എങ്ങനെ എഴുതാം? ആദ്യം അസ്ര ഫാരിസുൻ ഇലൈഹി, ഫാരിസ് അയാളുടെ അടുക്കലേക്ക് ഓടിപ്പോയി. അസ്ര, ഓടിപ്പോയി. ഫാരിസുൻ, ഫാരിസ് ഇലൈഹി, അയാളുടെ അടുക്കലേക്ക്. പിന്നെ ഇതെന്താണ്? രണ്ടാമത്തെ ചിത്രം. ഖദ്ദമ ലഹുൽ ഇസ്ആഫാത്തിൽ അവലിയ, അയാൾക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി. ഖദ്ദമ ലഹു, അയാൾക്ക് നൽകി. അൽ ഇസ്ആഫാത്തിൽ അവലിയ, പ്രാഥമിക ശുശ്രൂഷ. മൂന്നാമത്തത് നഖലഹു ഇലൽ മുസ്തശ്ഫ, അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അടുത്തത് ദഅ ലഹു ബിസ്സലാമ, അയാളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഓക്കെ, ഇനി നഖറഉ വനസ്തഅമലു, നമുക്ക് വായിക്കാം, വാക്യത്തിൽ പ്രയോഗിക്കാം. തവജ്ജഹ ഇല എന്നൊരു വാക്കുണ്ട് അല്ലേ? അഭിമുഖീകരിച്ചു അല്ലെങ്കിൽ തിരിഞ്ഞു. തവജ്ജഹൽ ഗനിയു ഇല അബ്നാഇഹി, ഗനി തൻ്റെ മക്കളെ അഭിമുഖീകരിച്ചു. തവജ്ജഹൽ മുദരിസു ഇല ദാരിസീന, അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളെ അഭിമുഖീകരിച്ചു. അധ്യാപകൻ വിദ്യാർത്ഥികളിലേക്ക് തിരിഞ്ഞു. അതേപോലെ ഒരു സെന്റൻസ് എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം. തവജ്ജഹൽ വലതു ഇല അസ്ദിഖാഇഹി, കുട്ടി തൻ്റെ കൂട്ടുകാരെ അഭിമുഖീകരിച്ചു. അങ്ങനെ എഴുതാം. അടുത്തത് യമുറുബി,
മറ യമുറു നടക്കുന്നു പോകുന്നു. ബി ഒരു സ്ഥലത്ത് കൂടെ നടക്കുന്നു. കാന ഫവാസുൻ ഫവാസ് ആയിരുന്നു യമുറു നടക്കുകയായിരുന്നു. ബിഷാത്ത് ഇൽ ബഹരി കടൽ തീരത്ത് കൂടെ നടക്കുകയായിരുന്നു. ബിഷാത്ത് ഇൽ ബഹരി കടൽ തീരത്ത് കൂടെ. അതേപോലെ യമുറു അലിയുൻ അലി നടക്കുന്നു. ബി ലഫത്ത് നെഹ്റിൻ പുഴക്കരയിൽ കൂടെ. ലഫത്ത് നെഹർ പുഴക്കര. ഇലൽ മദ്രസ സ്കൂളിലേക്ക് പുഴക്കരയിൽ കൂടെ അലി സ്കൂളിലേക്ക് നടക്കുന്നു. അതേപോലെ വേറൊരു സെന്റൻസ് എഴുതുക. യമുറുൽ വലതു ബിഷാരി കുട്ടി റോഡിൽ കൂടെ നടക്കുന്നു എന്നെഴുതാം. പിന്നെ റദ്ദ ഇല തിരിച്ചു നൽകി. റദ്ദ ഫുആദുൻ അസുറത്ത ഫുആദ് പണക്കിഴി തിരിച്ചു നൽകി. ഇല റജുലിൽ മുസിന്നി പ്രായമുള്ള വ്യക്തിക്ക്. റദ്ദയുടെ ശേഷം ഇലയാണ് വരിക തിരിച്ചു നൽകി എന്ന് പറയാൻ. അതേപോലെ ഓരോന്നിനും അങ്ങനെ. മറയുടെ ശേഷം തീരത്ത് കൂടെ റോഡിൽ കൂടെ നടന്നു എന്ന് പറയാൻ മറ ബി ആണ് വരിക. മറയുടെ ശേഷം ഒരു ബി വെക്കണം. എവിടെ കൂടെയാണോ നടക്കുന്നത് അതിൻ്റെ മുമ്പിൽ ഒരു ബി വെക്കുക. പിന്നെ അതേപോലെ തവജഹയുടെ ശേഷം എന്ത് വരും? ഇല വരും. ആരെയാണോ അഭിമുഖീകരിക്കുന്നത് അവർക്ക് മുമ്പിൽ ഇല വെക്കണം. ഇനി റദ്ദ ഫുആദുൻ അസുറത്ത ഇല റജുൽ മുസ്നി തിരിച്ചു നൽകി. റദ്ദ ലബീബുൻ ലബീബ് തിരിച്ചു നൽകി. അൽ കിതാബ പുസ്തകം ഇലൽ മക്തബത്തി ലൈബ്രറിയിലേക്ക്. ബഅദൽ ഖിറാഅത്തി വായിച്ചതിന് ശേഷം ലബീബ് പുസ്തകം ലൈബ്രറിയിലേക്ക് തിരിച്ചു നൽകി. അതേപോലെ ഒന്ന് എഴുതാം. റദ്ദ മുഹമ്മദുൻ അൽ കലമ മുഹമ്മദ് പേന തിരിച്ചു നൽകി. ഇലാ സ്വദീഖിഹി തൻ്റെ കൂട്ടുകാരന്. ബഅദൽ കിതാബത്തി എഴുതിയതിന് ശേഷം. അങ്ങനെ എഴുതാം റദ്ദയിലെ. ഇനി ദാത്ത മസായിൻ ദാത്ത ഒരു എന്ന് പറയാൻ വേണ്ടി. ദാത്ത യോമിൻ ഒരു ദിവസം. ദാത്ത മസായിൻ ഒരു വൈകുന്നേരം. അങ്ങനെ ദാത്ത മസായിൻ ഒരു വൈകുന്നേരം. ദ അൽ ഗനിയു അബ്നാഅഹു സമ്പന്നൻ തൻ്റെ മക്കളെ വിളിച്ചു. ദാത്ത യോമിൻ ഒരു ദിവസം. ജാ റജുലുൻ മുസിന്നുൻ ഇലാ ഫുആദ് പ്രായമുള്ള ഒരാള് ഫുആദിന്റെ അടുക്കലേക്ക് വന്നു. ദാത്ത യോമിൻ ഒരു ദിവസം. ദഹബൽ ഔലാദു ഇലൽ മൈതാനി കുട്ടികൾ ഗ്രൗണ്ടിലേക്ക് പോയി. അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം ദാത്ത യോമിൻ.